കൊടുങ്ങല്ലൂർ തൊട്ട് ഞാൻ തുരുത്തിക്കാട് കോളേജിൽ 26 വർഷം പഠിപ്പിച്ചതിന് ശേഷമാണ് എടത്വ കോളേജിൽ പ്രിൻസിപ്പലായി പോയത്. അന്നവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരണത്തിൽ നിന്നും ഒരു സംഘം ആളുകൾ എന്നെ കാണുന്നു. നമുക്കറിയാം, നിരണം എന്ന് പറയുന്നത് ജോർജ് അച്ഛൻ പറഞ്ഞ 7 പള്ളികളിൽ ഒരു പള്ളിയാണ്. അത് ഓർത്തഡോക്സുകാരുടെ കയ്യിലാണ്. ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ഒരു പള്ളി അവിടെയുണ്ട്. അവിടെ ഒരു കടവുണ്ട്, ഇമാതിരി തൊമ്മത്ത് കടവെന്ന തോമസ് ലിഹായുടെ പേരിലുള്ള കടവാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചെറുപ്പുങ്കലുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു കടമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഞാറക്കുന്നേരച്ചൻ പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ എങ്ങോട്ട് നോക്കിയപ്പോഴേ ഇവിടെ ശ്രീ ജോസ് വട്ടുകുളം പറഞ്ഞതുപോലെ ഇന്ന് നമ്മളിപ്പോ കാണുന്ന ഈ ആറിന്റെയും തീരത്തിന്റെയും ഒക്കെ കാണുന്ന സൗന്ദര്യത്തെക്കാൾ എത്ര വലിയ സൗന്ദര്യമായിരുന്നിരിക്കണം അന്നുണ്ടായി. ഇപ്പൊ തോമസിലേക്ക് ഇവിടെ ഇറങ്ങാതെ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമുക്ക് മറക്കാനാവാത്ത ദിവസമാണ്. കാരണം സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പനെ മറക്കുന്ന പാരമ്പര്യമല്ല. നസ്രാണിയുടെ പാരമ്പര്യം അപ്പനെ മറക്കുന്ന പാരമ്പര്യമല്ല. ദുഖ്റാന് എന്ന് പറയുന്നത് നമ്മളത് നാവിന് ഹൃദയത്തിലുമിട്ട് നുണഞ്ഞ് നാം അതിനെ തോറാന എന്നാ പറയുന്നത്. വീട്ടിലെ കൊച്ചുമക്കൾക്കോ മക്കൾക്കോ ഒരു പേരിട്ടാൽ ആ പേര് അതുപടി വീട്ടിൽ വിളിക്കൂല. ഇപ്പൊ അനിത അല്ലെ അനിമ്മ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇളയത്തിങ്ങൾ അതിനെ വിളിക്കുന്നത് ആച്ചിയമ്മ. അതെന്താണ്? ആ ആളിനോടുള്ള ബന്ധത്തെ പേരിലൊന്ന് വായിലിട്ട് നുണഞ്ഞ് ഹൃദയത്തിൽ ആ സ്നേഹം അനുഭവിച്ച് അതിനെ സ്വതസിദ്ധമായ ശൈലിയിൽ ചുരുക്കി വിളിക്കുന്ന ഒരു ഹൃദയത്തിന്റെ സ്വരമാക്കിയത് മാറ്റി. തോറാന അതിന്റെ നമ്മൾ കൊടുത്ത ഒരു വാക്കാണ്. ദുഖ്റാന ഓർമ്മ എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് സുറിയാനി പദമാണ്. അപ്പോ ഓർമ്മ. ഇനി ഞാൻ പള്ളിയിൽ നോക്കിയപ്പോ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഹോമിലി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാനിരുന്ന പള്ളിയുടെ ഹൃദയഭാഗം ഹൈക്കന എന്ന് പറഞ്ഞാൽ പള്ളി ആളുകൾ ഇരിക്കുന്ന സ്ഥലം, ഹൃദയഭാഗം തീർച്ചയായിട്ടും വന്നു പോയാണ്. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോ വലിയ ആഴ്ചയിലുള്ള ആളുകളുടെ ഒരു ജനത്തിന് 3 കുർബാന എൻ്റെ പള്ളിയിലുണ്ട്. എന്താ ഇത്? കടമുള്ള ഒരു ദിവസം എന്നുള്ളതിനേക്കാൾ